ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മകരവിളക്കിനി ഒരാഴ്ച മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് അയ്യന്റെ സന്നിധാനവും പരിസര പ്രദേശങ്ങളും. ശബരിപീഠം മുതൽ 18ാം പടി കയറാനായി മണിക്കൂറുകൾ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നതെങ്കിലും ദർശനം നടത്താതെ ഒരു ഭക്തനും നിരാശനായി മടങ്ങേണ്ടി വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുള്ളതിനാൽ തീർത്ഥാടകർക്ക് തത്സമയ ബുക്കിംഗ് വഴി മാത്രമാകും ദർശനത്തിന് ഇനി അനുമതി ലഭിക്കുക. പ്രതിദിനം 90,000-ന് മുകളിൽ ഭക്തരാണ് എത്തുന്നത്. 11-ന് എരുമേലി പേട്ടതുള്ളൽ നടക്കും. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര 12-ന് ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 13-ന് പമ്പ സദ്യയും വിളക്കും നടക്കും. 14-ന് മകരവിളക്ക് നടക്കും. ശബരിമല മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങുകളായ അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്തും മണിമണ്ഡപത്തിലെ കളമെഴുത്തും 14-ന് തുടങ്ങും. ജനുവരി 12, 13, 14 തീയതികളിൽ കൂടുതൽ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 19-ന് രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. അന്നേ ദിവസം നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും. 20-ന് നട അടയ്ക്കുന്ന അന്ന് രാവിലെ രാജപ്രതിനിധിക്ക് മാത്രമാകും ദർശനം അനുവദിക്കുക. മകരവിളക്ക് കാഴ്ചയിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥല സന്ദർശനം നടത്തി. ലാഹസത്രം, പഞ്ഞിപ്പാറ, ഇലവുങ്കൽ, അയ്യൻമല, നെല്ലിമല, അട്ടത്തോട് പടിഞ്ഞാറ്, അട്ടത്തോട് കിഴക്ക്, പമ്പ ഹിൽടോപ്പ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ അവസാനമെത്തുന്ന ഭക്തനും ദർശനം സാധ്യമാക്കി സുരക്ഷിതമാക്കി മടക്കി അയക്കുകയാണ് ലക്ഷ്യമെന്ന് ശബരിമല ADM അരുൺ എസ് നായർ പറഞ്ഞു. വലിയാനവട്ടത്ത് തിരക്ക് ഉണ്ടായാലും തിരുവാഭരണ ഘോഷയാത്രയെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിന് വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. അയിരൂർ കഥകളി ഗ്രാമത്തിൽ ആട്ടവിളക്ക് തെളിഞ്ഞു. പമ്പാ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ 12 വരെ പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 18ാമത് കഥകളി മേളയിൽ എല്ലാ ദിനവും വൈകിട്ട് 6:30 മുതൽ മേജർ സെറ്റ് കഥകളി നടക്കും. ഇന്ന് നളചരിതം 4ാം ദിവസവും നാളെ രാവണവിജയം, 9-ന് കീചകവധം, 10-ന് കാലകേയവധം, 11-ന് സുഭദ്രാഹരണം, 12-ന് ബാലിവധം കഥകളിയും നടക്കും. 1000-ഓളം കലാകാരന്മാർ മേളയിൽ പങ്കെടുക്കും. സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി മേളയിലെ 6 ദിവസങ്ങളിലും കഥകളി പാഠ്യകളരിയും നടക്കും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 25,000-ഓളം കുട്ടികളാണ് കഥകളി പാഠ്യകളരിയിൽ പങ്കെടുക്കുക. 12-ന് വൈകിട്ട് 5:30-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിൽ കണ്ടുവരുന്ന വിവാഹേതര ബന്ധങ്ങൾ കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതിനൊപ്പം കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. തിരുവല്ല മാമൻ മത്തായി നഗർ ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മക്കളെ ഉപകരണമായി കണ്ട് മാതാപിതാക്കൾ അവരവരുടെ ഭാഗത്തെ ന്യായീകരിക്കുമ്പോൾ കുട്ടികളുടെ ഭാവിയാണ് നശിക്കുന്നതെന്നും അവർ പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ യോജിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് കൗൺസിലിംഗിലൂടെ നടത്തുന്നതെന്നും ICDSന്റെ സഹായത്തോടെ വനിതാ കമ്മീഷൻ കൗൺസിലിംഗ് നടത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ചൂഷണത്തിന് ഇരയാകുന്നവരിൽ കൂടുതൽ സ്ത്രീകളാണെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.